ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ അഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ വേദമൂർത്തികളുടെ പ്രാർത്ഥനയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭൗതിക ലോകത്ത് കുടുങ്ങിപ്പോയ ജീവാത്മാവിന് സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം മുക്തി നേടാൻ ആവില്ലെന്ന് മഹാത്മാക്കൾക്കറിയാം. അതിനാൽ ഉറച്ച വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ മഹാത്മാക്കൾ ഭഗവാന് അതീന്ദ്രിയ ഭക്തിയുത സേവനം നടത്തുന്നതിൽ വ്യാപൃതരാകുന്നു. അതാണ് വേദമൂർത്തികളുടെ തീർപ്പ്. വേദമൂർത്തികൾ തുടർന്നു, നിരപേക്ഷ സത്യത്തെക്കുറിച്ച് പൂർണ്ണജ്ഞാനം നേടുക പ്രയാസമാണ്. അവിടുന്ന് പ്രീതാത്മാക്കളോട് അത്യന്തം കരുണയുള്ളവരാണ്. അതുകൊണ്ടാണ് അവിടുന്ന് അനേക അവതാരങ്ങൾ കൈക്കൊണ്ട് വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഒരു ചരിത്രപുരുഷനായിപ്പോലും അങ്ങ് ഒരു ഭൗതിക ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. അവിടുത്തെ ലീലകൾ വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുമുണ്ട്. അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ മഹാസാഗരം പോലെ ആകർഷകമാണ് ആവക ലീലകൾ. ഇവിടെ സാധാരണഗതിയിൽ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവാത്മാവിനെ പോലും ബന്ധിച്ചുകൊണ്ടാണ് നമ്മൾ, അതായത് ജീവാത്മാവായിട്ട് പരമാത്മാവിൽ നിന്ന് ജീവാത്മാവായിട്ട് പരിണമിച്ച് ഒരു ശരീരമെടുത്തുകൊണ്ട് അനേക ജന്മങ്ങളിലൂടെ കടന്നു വരുന്ന ജീവാത്മാവ് എപ്പോഴും ഭൗതിക ശക്തികൾക്ക് അടിമയായി പോവുകയാണ്. അതിനാൽ ഈ ഭൗതിക മായാശക്തി കൊണ്ട് അതിനെ കെട്ടിവരിഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ജീവാത്മാവിന് സ്വയസിദ്ധമായിട്ട് പരമാത്മാവിലേക്ക് തിരിച്ചെത്താൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പം പരമാത്മാവിൽ നിന്ന് സൃഷ്ടിയുടെ വ്യവഹാരാർത്ഥമായിട്ടാണ് ജീവാത്മാവ് വേറിട്ട് വന്ന് അനേക ജന്മങ്ങളല്ലേ അനേക ശരീരങ്ങൾ സ്വീകരിക്കുക ഒരു സൃഷ്ടിയുടെ വ്യവഹാരത്തിൽ ഏർപ്പെടുന്നത്. ആ ജീവാത്മാവിന് ഒരു കൽപ്പാന്തം കഴിയുന്നത് വരെ, കൽപ്പാന്തം കഴിഞ്ഞാലും ബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന ജീവാത്മാവ് സ്വയസിദ്ധമായിട്ട് പരമാത്മാവിലേക്ക് പൂർണ്ണ പരിശുദ്ധി നേടിക്കൊണ്ട് സ്വയമായിട്ട് പരമാത്മാവിലേക്ക് ലയിക്കാൻ ചേരാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കൽപ്പാന്തം കഴിയുന്നതോടുകൂടി എല്ലാത്തിനെയും ഭഗവാൻ തന്നിലേക്ക് ചേർക്കും. എന്നിരുന്നാലും വീണ്ടും കൽപ്പാന്തത്തിൽ സൃഷ്ടി തുടങ്ങുന്ന സമയത്ത് ജീവാത്മാക്കൾ ഏതേത് കർമ്മവാസന ജന്മവാസനയാൽ ബന്ധിതമാണോ അവരൊക്കെ അതേപടി പുറത്തേക്ക് വരേണ്ടി വരുന്നർത്ഥം. അപ്പം ഭൗതിക ശക്തികളുടെ അടിമയായി പോയിരിക്കുന്ന ഒരു ജീവാത്മാവ് സ്വയം ഭഗവാനിലേക്ക് എത്താനുള്ള പ്രോസസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം മനുഷ്യ ശരീരത്തിലൂടെ മാത്രമേ അതിനുള്ള എന്തെങ്കിലും ഒരു കർമ്മത്തിലൂടെ ശുദ്ധി വരുത്തി ജീവാത്മാവിലെ പരമാവധത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ. ബാക്കി 84 ലക്ഷം മനുഷ്യജന്മം ഒഴിച്ച് ബാക്കി ഒരു ജന്മങ്ങളിലും ഈ ഒരു ശ്രേഷ്ഠത ഇല്ലാതാണ്. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്, വേദമൂർത്തികൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പറയുന്ന അതിനാൽ, അതായത് എന്തുകൊണ്ടാണ് എത്ര തന്നെ, അതായത് ജീവാത്മാവിന് സ്വന്തം പരിശ്രമം കൊണ്ട് മാത്രം മുക്തി നേടാനാവില്ലെന്ന് മഹാത്മാക്കൾക്കറിയാം. ഇത് പണ്ട് ഋഷീശ്വരന്മാർക്കും ദേവന്മാർക്കും ഒക്കെ അറിയാമായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഭഗവാന് ഉറച്ച വിശ്വാസത്തോടെയും ഭക്തിയോടും കൂടി ഈ മഹാത്മാക്കൾ ഭഗവാനെ അതീന്ദ്രിയ ഭക്തിയുത സേവനം നടത്തുന്നതിൽ വ്യാപൃതരായിരുന്നതുകൊണ്ട് തന്നെ ഈ സ്വന്തമായിട്ട് ഭഗവാനിലേക്ക് പ്രാപിക്കാനുള്ള കഴിവ് ഇല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം എത്ര തന്നെ ചെയ്താലും അത് സാധിക്കാറില്ല. അത് മഹാത്മാക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പോലും ഈ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ അനുഭവങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് എഴുതി വെച്ചത്. അങ്ങനെയുള്ള മഹാഗുരുക്കന്മാർ അവർ ജീവാത്മാക്കളെ പരമാത്മാവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിശ്രമങ്ങളുടെ പരിണത ഫലമാണ് ഈ പറയുന്ന പുരാണങ്ങളും വേദങ്ങളും ഇല്ലെങ്കിൽ പ്രത്യക്ഷ രൂപയുടെ ഉപനിഷത്തുകളും നമുക്ക് ആ മാർഗത്തെ സ്വീകരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്താൻ തരമായത് ഈ മഹാത്മാക്കൾ കാരണമാണ്. അപ്പം അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഒരു ജീവാത്മാവിനും സ്വന്തം പരിശ്രമം കൊണ്ട് ഭഗവാനിലേക്ക് ലയിക്കാൻ സാധ്യമല്ല. അപ്പൊ അതിനുള്ള ഉപാധിയുടെ അന്വേഷണത്തിലാണ്. അതെങ്ങനെയാണ്? പരമമായ വിശ്വാസത്തോടും ദൃഢപ്രതിജ്ഞതയോടും ഭക്തിയുത സേവനത്തിലൂടെയും
ഭഗവാനെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് പരമാത്മാവിൻ്റെ അംശമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭൗതിക ശക്തികളുടെ ആ കെട്ടുപാടിൽ നിന്ന് ആ ജീവാത്മാവിനെ രക്ഷിക്കലാണ് ആദ്യം നമ്മുടെ കർത്തവ്യം. അതാണ് ആത്മസംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത്. ഉപനിഷത്തുകളുടെ എല്ലാ സാരാംശം ഞാൻ പറഞ്ഞു. ആത്മസംരക്ഷണം, ജീവസംരക്ഷണം, കുടുംബ സംരക്ഷണം, സമൂഹ സംരക്ഷണം. അപ്പോൾ കുടുംബത്തെയോ സമൂഹത്തെയോ നമുക്ക് യഥാവിധി സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പോലും ഭൗതിക ശക്തികളിൽ നിന്ന് നമ്മുടെ ജീവാത്മാവിനെ നമ്മൾ ആദ്യം മുക്തമാക്കണം. അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഭക്തിയുത സേവനം ചെയ്യാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് നേതൃത്വത്തിൻ്റെ ഒരു ഗ്രഹനാഥനായാലും ഒരു സമൂഹത്തിൻ്റെ നാഥനായിരിക്കുന്ന ആൾക്കും യഥാവിധി ധർമാനുസരണം അവരെയൊക്കെ സംരക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു ജീവാത്മാവിനെ ഭൗതിക ശക്തിയിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കണം. അതാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത്. അതിന് ഉപാധിയായി സ്വയം സിദ്ധമായിട്ട് ജീവാത്മാവിന് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധ്യമല്ല. കാരണം നമ്മൾ ഓൾറെഡി ഇല്ലെങ്കിൽ ജീവാത്മാവ് ഇവിടെ രൂപം കൊണ്ടപ്പോൾ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ശരീരം കിട്ടിയപ്പോൾ തന്നെ അത് ബന്ധിക്കപ്പെട്ടു. അതേ ശരീരം കൊണ്ട് ജീവസംരക്ഷണം എന്ന് ഉദ്ദേശിക്കുന്ന അതേ ശരീരം ജീവാത്മാവോട് ചേർന്നിരിക്കുന്ന ആ അപരാശക്തിയാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് അതിനെ ഭൗതിക ശക്തികളിൽ നിന്ന് വിമുക്തമാക്കണം. അതാണ് ആദ്യത്തെ കർമ്മയോഗം. അതിനുള്ള പരിശ്രമമാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് ചെയ്തിട്ട് വേണം അങ്ങനെയുള്ളവർക്ക് ആ ഒരു സ്ഥിതിയിൽ ജീവൻ മുക്ത ഭാവത്തിൽ ഇരിക്കുന്ന ഒരു പരമാത്മാവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ആത്മബോധത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ കുടുംബ സംരക്ഷണവും സമൂഹ സംരക്ഷണവും സാധ്യമാകും. ഭൗതിക ശക്തികൾ എത്ര തന്നെ പ്രാഗൽഭ്യം നേടിയാലും അതിൽ എത്ര തന്നെ അവിദ്യാസ്വരൂപമായിരിക്കുന്ന അപരാവിദ്യയിൽ രമിച്ച് നടക്കുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് വികസനത്തിൻ്റെ പേരിൽ നമ്മൾ പലതും ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല. അതൊക്കെ ദുഃഖപൂരിതമായിട്ട് മാറും. അതാണ് ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നങ്ങളിലാണെന്ന് ലോകം. എന്താ കാരണം? ഈ ലോകം മുഴുവൻ ഭൗതിക ശക്തികൾക്ക് അടിമയാണ്. അതിനെ അടിമപ്പെടുത്തിയതാരാ? നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം നമ്മൾ അതിനെ മുക്തമാക്കാതെ ആ ജീവാത്മാവിനെ ഭൗതിക ശക്തികളിൽ നിന്ന് മുക്തമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കാത്തിടത്തോളം കാലം നമ്മൾ ഈ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കും. ഈ ദുരിതമൊട്ട് അവസാനിക്കുകയില്ല. നമ്മൾ ഏത് കാലത്ത് വേണമെങ്കിലും ഏത് യുഗങ്ങളിൽ ശ്രദ്ധിച്ചാലും അറിയാം, അസുരന്മാര് ആസുരി സമ്പത്തിൻ്റെ അമിത വളർച്ച കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് താൽക്കാലത്തേക്കാണെങ്കിലും ഭഗവാൻ വിവിധ അവതാരങ്ങൾ എടുത്തു വന്നിട്ടുണ്ട്. കാരണം ലിമിറ്റിൽ കൂടുതൽ ഭൗതിക ശക്തികൾക്ക് അടിമയായിട്ട് ജീവിക്കുന്നവരെ ആസുരി സമ്പത്തിന് അർഹരാകും, ആസുരി ഭാവം പ്രകടമാക്കും, അത് ലോകത്ത് തന്നെ നാശമുണ്ടാക്കും എന്നുള്ളത് യാതൊരു സംശയം. അവർക്ക് അവരെ പോലും സംരക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴാണ് ഭഗവാൻ അതിൽ നിന്ന് മോചനത്തിന് വേണ്ടിയിട്ട്, കാരണം ഈ കൽപ്പാന്തകാലം കഴിയുന്ന പോലെ സൃഷ്ടിയുടെ വ്യവഹാരം യഥാവിധി ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. അത് പരിപാലന വ്യവസ്ഥയിലുള്ളതാണ്. അപ്പോൾ അതിന് നാശം, കാലത്തിന് മുമ്പുള്ള നാശം ഉണ്ടാകുന്നു എങ്കിൽ അത് അവിടെ അധർമ്മം വർദ്ധിച്ചു. അതാണ് ഭഗവാൻ പറഞ്ഞത്, യഥാഹി ധർമ്മസ്യ ഗാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ ദുരാം വിനാശായ ചതുഷ്കൃത. അപ്പോൾ അതിന് കാരണക്കാരായ ദുർജനങ്ങളെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ രൂപത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രത്യക്ഷ ഫലമാണ് വിവിധ അവതാരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയർച്ച നേടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിക്കും അടിവരയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ ശരീരത്തിൽ ബന്ധിതമായിരിക്കുന്ന ജീവാത്മാവിന് എത്ര തന്നെ പരിശ്രമം ചെയ്താലും സ്വയസിദ്ധമായിട്ട് ആത്മസമർപ്പണത്തിലേക്ക് പോകാൻ സാധ്യമല്ല. ഒന്ന് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ അതിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുക. ആ ശരീരവും ജന്മവാസനയും കർമ്മവാസനകളും കൊണ്ട് മലത്തിൻ്റെ കൂമ്പാരമായിട്ടിരിക്കുന്നതുമാണ്. അപ്പം അതിനെ ആദ്യം ആത്മാവിനെ ഈ ബന്ധനത്തിൽ നിന്ന് മുക്തമാക്കണം. അതാണ് ആത്മസംരക്ഷണം എന്ന് പറയുന്നത്. ഈ ഉപാസനകളുടെയും ഉപനിഷത്തുകളുടെയും ഇല്ലെ പുരാണങ്ങളുടെയും ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം ഈ ആത്മസംരക്ഷണത്തിലൂടെ ജീവനെ സംരക്ഷിക്കുക, മുക്തമാക്കുക. ഭൗതിക ശക്തികളിൽ നിന്നും ഈ യോഗമായയുടെ പിടിയിൽ നിന്നും ഇതിനെ ഒന്ന് മുക്തമാക്കിയെടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ ഗ്രഹനാഥനാകാൻ സാധിക്കൂ. യഥാർത്ഥ മനുഷ്യനാകാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമേ സാധിക്കൂ. അപ്പോഴാണ് മനുഷ്യധർമ്മം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ഈ ഭക്തിയുത സേവനം ഇല്ലേ, ഭക്തിയുടെ പ്രത്യക്ഷ ഭക്തി, പ്രകടന ഭക്തി, തീർത്ഥാടനം, പലതരത്തിലുള്ള പാരായണങ്ങളും അതും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ
നമ്മൾ ജീവാത്മാവിനെ ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് മഹാത്മാക്കൾ പറഞ്ഞു തന്നത് അനുസരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടായിരിക്കണം കർമ്മയോഗം അനുഷ്ഠിക്കേണ്ടത് എന്നർത്ഥം. അതല്ലെങ്കിൽ ഈ ആധ്യാത്മിക രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ വ്യർത്ഥമായി ഭവിക്കും. അതുകൊണ്ട് അവിടുന്ന് പ്രീതാത്മാക്കളോട് അത്യന്തം കരുണ, ഭഗവാൻ എപ്പോഴും ഭഗവാനെ ഇഷ്ടപ്പെടുന്നവരോട് പ്രത്യേകം കരുണയുള്ളവരാണ്. ആ കരുണയുള്ളവരായിരിക്കുന്ന ഭഗവാൻ ഈ ഒരു മാർഗത്തിൽ പ്രവേശിക്കുന്നവരോട് അവരെ തന്നിലേക്ക് ചേർക്കാൻ പാകത്തിനുള്ള ബുദ്ധിയോഗം ഭഗവാൻ തന്നെ കൊടുക്കുന്നു. ഗീതയിൽ പറയുന്നുണ്ട്, അവരിൽ പ്രത്യേക അനുകമ്പയുണ്ടാകും, കരുണയുണ്ടാകും. അപ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ പൂർണ്ണമായിട്ട് പ്രവേശിച്ച് അവർക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ ആ പരമാത്മാവിലേക്ക് എത്താനുള്ള, ഭഗവാനെ പ്രാപിക്കാനുള്ള, യോഗത്തിലേക്ക് എത്താനുള്ള എല്ലാവിധ സഹായവും ഭഗവാൻ തന്നെ നമ്മുടെ അന്തർയാമി ആയിരുന്നു കൊണ്ട് നമ്മളെ സഹായിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമോ നാശയന്മാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞില്ലേ. ആ പരമാത്മ ജ്ഞാനത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. അപ്പോൾ ഈ കെട്ടുപാടിൽ നിന്ന് നമുക്ക് മുക്തമാകണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ തന്നെ അനന്യമായി ശരണാഗതി അടയണം. അപ്പോൾ അവിടുന്ന് പ്രീതാത്മാക്കളോട് അത്യന്തം കരുണയുള്ളവനാണ്. അതുകൊണ്ടാണ് അവിടുന്ന് അനേകം അവതാരങ്ങൾ കൈക്കൊണ്ട് വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമ്മളെ മാതൃക കാണിച്ചു തന്നിട്ടുള്ളത്. അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ മഹാസാഗരം പോലെ ആകർഷകമാണ് അങ്ങയുടെ ആവക ലീലകളൊക്കെ. സാധാരണ ജീവന്മാരെ പ്രകീർത്തിക്കുന്ന കഥകൾ വായിക്കാൻ ആളുകൾ മൊത്തത്തിൽ സ്വാഭാവികമായി തന്നെ വലിയ താല്പര്യരാണ്. അതായത് കുറച്ച് ഭക്തിയുടെ ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുന്നു, ഈ പുരാണങ്ങൾ കേൾക്കുന്നു, ആധ്യാത്മിക വിഷയങ്ങളാണ് മിക്കവാറും ഉള്ളവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആകർഷകമായിട്ട് അതൊക്കെ കേൾക്കുന്നതിലായിരിക്കും താല്പര്യം. ഒരു സ്ഥിതി, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി ഈ കട്ടുപാടിൽ നിന്നൊക്കെ മുക്തമാകുന്നതിൻ്റെ ലക്ഷണമാണ്. 1, 2, 3 സ്റ്റേജുകളിൽ നമ്മൾ മുക്തരല്ല. അതിൽ നിന്ന് 4ാം 5ാമത്തെ സ്റ്റേജിലേക്ക്, അതായത് ഹൃദയകമലത്തിലേക്കൊക്കെ എത്തുമ്പോഴത്തേനും ഈ ജീവശക്തി നമ്മുടെ ഹൃദയകമലത്തിലേക്ക് എത്തുമ്പോഴേക്കത്തേക്കുമാണ് നമ്മൾ കുറച്ചൊക്കെ ഭാവരാഹിത്യം നേടുന്നതനുസരിച്ച് വിശുദ്ധി ചക്രത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആധ്യാത്മിക വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നതും ആ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഭഗവാനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള താല്പര്യവും വ്യഗ്രതയും ജിജ്ഞാസുമൊക്കെ ആയി മാറുന്നത്. അതാണ് അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ മഹാസാഗരം പോലെ എല്ലാവരും ആത്യന്തികമായിട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനിലേക്ക് ആകർഷിക്കപ്പെടുന്ന പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ അതിൽ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ട് അതിലേക്ക് തന്നെ ആകർഷിക്കപ്പെടും. സാധാരണ ജീവന്മാരെ പ്രകീർത്തിക്കുന്ന കഥകൾ വായിക്കാനും ഭഗവാനെ കീർത്തിക്കാനും പരസ്പരം ബോധിപ്പിക്കാനും സ്വാഭാവികമായി തന്നെ വലിയ തൽപരരായിട്ട് മാറും. എന്നാൽ അവിടുത്തെ ശാശ്വതമായ ലീലകൾ ചിത്രീകരിക്കുന്ന വേദങ്ങളിൽ ആകർഷകരാകുമ്പോൾ അവർ അതീന്ദ്രിയ ആനന്ദത്തിൻ്റെ പാരാവാരത്തിൽ ആണ്ടുപോകും. ക്ഷീണിച്ചവശനായിരിക്കുന്ന മനുഷ്യന് ഏതെങ്കിലും ജലാശയത്തിൽ ആണ്ടുമുങ്ങുമ്പോൾ നവോന്മേഷം കൈവരുന്നത് പോലെ ഭൗതിക കർമ്മങ്ങളിൽ അങ്ങേയറ്റം വെറുപ്പ് തോന്നുന്ന ജീവാത്മാവിന് അവിടുത്തെ ലീലാവിലാസങ്ങളുടെ അതീന്ദ്രിയ സാഗരത്തിൽ മുങ്ങുമ്പോൾ നവോന്മേഷം കൈവന്ന് ഭൗതിക കർമ്മങ്ങളിൽ നിന്നുണ്ടായ ക്ഷീണം മറയ്ക്കുന്നു. നമുക്ക് ഇതനുഭവത്തിൽ സാക്ഷാത്കരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയും ഇപ്പോൾ ആധ്യാത്മിക വിഷയങ്ങളിൽ ഭക്തിയുത സേവനത്തിലോ അല്ലെങ്കിൽ പറയുന്ന സത്സംഗത്തിലൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന ഇല്ലെങ്കിൽ ആകർഷണീയതയും അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഉത്സാഹവും ഉന്മേഷവും താല്പര്യവും മറ്റു വിഷയങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മളിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. ഇതുവരെ നമ്മൾ ജീവിതത്തിൻ്റെ തത്രപ്പാടിൽ ഇതിലൊന്നും ഇടപെടാതെ ഇതിലൊന്നും താല്പര്യമില്ലാതെ ജീവിച്ചവർ പെട്ടെന്നൊരു ചേഞ്ച് ചിലർക്കുണ്ടാകും, ചിലർക്ക് സാവകാശം ചേഞ്ചുണ്ടാകും. എന്തായാലും ആത്യന്തികമായിട്ട് ആധ്യാത്മിക വിഷയങ്ങളിൽ സത്സംഗത്തിലൂടെ ഇല്ലെങ്കിൽ ഇതിൽ പാരായണങ്ങളിലൂടെയോ ക്ഷേത്ര ദർശനത്തിലൂടെയോ ഈശ്വരനെ പറ്റി അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാകും. അതറിയാനുള്ള അവസരം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഉന്മേഷവും അതിൽ നിന്നുണ്ടാകുന്ന ശാന്തി സമാധാനവും എപ്പോൾ കിട്ടാൻ തുടങ്ങുമോ അപ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഭക്തിയുടെ പ്രഭാവം നമ്മളിലുണ്ടെന്ന് തിരിച്ചറിയുക എന്നർത്ഥം. അപ്പോൾ ഈശ്വരനുമായിട്ട് ഓട്ടോമാറ്റിക്കായി തന്നെ എല്ലാവരും ബന്ധപ്പെട്ടാൽ നിൽക്കണേ, ആകർഷണീയത സ്വയസിദ്ധമായിട്ട് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ആകർഷണീയത നിലനിർത്താൻ സാധിക്കണം എന്നർത്ഥം. അപ്പം എന്നെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 42 വയസ്സ് വരെ ചെയ്തിരുന്ന ഭൗതിക കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആത്മസംതൃപ്തിയോ സുഖമോ
ഇപ്പോൾ കിട്ടുന്നത് പോലെ അല്ലായിരുന്നു. യഥാർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനം അനുഭവിക്കുന്നത് ഇപ്പോൾ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുമ്പോഴാണ്. അതിനു മുമ്പുണ്ടായിരുന്നൊക്കെ അഥവാ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വന്നില്ലെങ്കിൽ ശാശ്വതമായിട്ടൊന്നും നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. അത് ദുഃഖമാണേലും മാറിക്കൊണ്ടിരിക്കും, സുഖമാണേലും മാറിക്കൊണ്ടിരിക്കും, മാറ്റങ്ങൾക്ക് വിധേയമായിരുന്നു. പക്ഷേ ഈ ആധ്യാത്മിക മേഖലയിൽ പ്രവേശിച്ചതിന് ശേഷം നിത്യശാന്തി, രോഗമുക്തി, എപ്പോഴും നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്സാഹത, പ്രായത്തെയും ശരീരത്തെയും പോലും അവഗണിച്ചുകൊണ്ട് നമുക്ക് ആത്മീയ ശക്തിയാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാവിധ ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നുണ്ടെന്നർത്ഥം. ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനേക്കാളും കൂടുതൽ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴുണ്ടാകുന്ന ശാന്തിയും സമാധാനവും ഭൗതിക വിഷയങ്ങളിൽ ഉണ്ടാകാറില്ല എന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥ പാതയിൽ പ്രവേശിച്ചോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഉപാധി. നമ്മൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ അറിയാം നമ്മൾ ഏത് കർമ്മങ്ങളിൽ ഇടപെടുമ്പോഴാണ് നമുക്ക് ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കുന്ന സന്തോഷം ഉണ്ടാകുന്നത്. എല്ലാ കാര്യങ്ങളിലും ബാക്കിയുള്ള കാര്യങ്ങളിൽ കൂടുതലും ഉത്സാഹം ഏതിലാണ് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതിനാൽ ഭക്തിയുത സേവനവും ഭക്തി ജീവിതത്തിലെ 9 വിഭിന്ന പ്രക്രിയകളിൽ വിശേഷിച്ചും ശ്രവണ കീർത്തനങ്ങളിൽ നിരന്തരം വ്യാപരിക്കലും ഒഴികെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് ഒരു മാർഗവും ബുദ്ധിശാലികളായിട്ടുള്ള ഭക്തന്മാർ സ്വീകരിക്കില്ല. അപ്പോൾ ഈ ഒരു അതീന്ദ്രിയ സുഖം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളിൽ ഒന്നും കൂടുതൽ ഇടപെടാതെ ശ്രദ്ധിക്കുകയും ചെയ്യും. കൂടുതൽ നമ്മൾ 9, അതായത് ഭക്തിയുത സേവനം എന്ന് പറയുന്നത് എന്താ? ഭക്തി ജീവിതത്തിലെ 9 വിഭിന്ന പ്രക്രിയകളുണ്ട്. അതിൽ ശ്രവണം കീർത്തനാദികളിൽ മുഴുകിയിരിക്കും. നിരന്തരം അതിൽ തന്നെ മുഴുകിയിരിക്കാൻ ശ്രദ്ധിക്കുന്നതുമായിരിക്കും. അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ നിർത്താം. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.